കേരള പോലീസ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കുറ്റകൃത്യങ്ങളുടെ സാധ്യത പ്രവചിക്കുന്നതിനായി ഒരുക്കിയ സംവിധാനം ഏതാണ്? ഉത്തരം ക്രൈം ഫോർകാസ്റ്റിംഗ്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടതേത്? ഉത്തരം ആട്ടം. ₹1 നോട്ടിൽ ഒപ്പിടുന്നത് ആര്? ഉത്തരം കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. ₹1 ഒഴികെയുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് ആര്? ഉത്തരം റിസർവ് ബാങ്ക്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ കറൻസി നോട്ട് പുറത്തിറക്കിയത് എന്ന്? ഉത്തരം 1949 ഓഗസ്റ്റ് 12. ഏത് ദിവസമാണ് ലോക സാക്ഷരതാ ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം സെപ്റ്റംബർ 8. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 71. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്തെ പുഴയുടെ പേരെന്ത്? ഉത്തരം ഗംഗാവലിപ്പുഴ. വയനാട് വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നയിച്ച രാജാവ് ആര്? ഉത്തരം പഴശ്ശിരാജ. കൃഷ്ണനാട്ടം, രാമനാട്ടം എന്നീ കലകളിൽ നിന്ന് രൂപപ്പെട്ട കേരളീയ ക്ലാസിക് ദൃശ്യകല ഏത്? ഉത്തരം കഥകളി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം? ഉത്തരം ഇൻഡോർ. ദേശീയ കൈത്തറി ദിനം എന്ന്? ഉത്തരം ആഗസ്റ്റ് 7. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 30ാമത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുക്കിയ ബഷീർ മ്യൂസിയത്തിൻ്റെ പേര്? ഉത്തരം മതിലുകൾ. അഡോൾഫ് ഹിറ്റ്ലർ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം ജർമ്മനി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ ഡി. 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആര്? ഉത്തരം ശ്രീലങ്ക. ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ലോകത്തിലെ ആദ്യ തുറമുഖ ഏത്? ഉത്തരം കൊച്ചി. ദേശാഭിമാനി വാരികയായി ആരംഭിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1942. ദേശാഭിമാനി ദിനപത്രം ആയി മാറിയത് ഏതു വർഷം? ഉത്തരം 1946. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട ദിനം ഏത്? ഉത്തരം ഓഗസ്റ്റ് 23. 2024 ജൂലൈയിൽ തീപിടുത്തമുണ്ടായ ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏത്? ഉത്തരം INS ബ്രഹ്മപുത്ര. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ? ഉത്തരം വർക്കല, കുമരകം, തലശ്ശേരി, ബേപ്പൂർ. പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ഏത്? ഉത്തരം കെയർ ഹോം. 2024 ഓഗസ്റ്റിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി? ഉത്തരം ഷെയ്ഖ് ഹസീന. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിർമ്മിച്ച പാലം ഏത്? ഉത്തരം ബെയ്ലി പാലം. ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വനിത? ഉത്തരം മേജർ സീത അശോക് ഷിൽക്കെ. കേരളത്തിൽ തുടർച്ചയായി മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ മന്ത്രി ആര്? ഉത്തരം AK ശശീന്ദ്രൻ. കടുവ ദേശീയ മൃഗമാകുന്നതിനു മുമ്പ് ഏത് മൃഗമായിരുന്നു ദേശീയ മൃഗമായി അറിയപ്പെട്ടിരുന്നത്? ഉത്തരം സിംഹം.
ഇന്ത്യയിലെ കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായുള്ള പദ്ധതി ഏത്? ഉത്തരം പൂർവോദയ പദ്ധതി. പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അമേരിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമ? ഉത്തരം സ്റ്റാച്യു ഓഫ് യൂണിയൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം? ഉത്തരം OP ജിണ്ടാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. അന്താരാഷ്ട്ര T20യിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്രിക്കറ്റ് താരം? ഉത്തരം ഡാരിയസ് വിസർ. ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ? ഉത്തരം UR ക്രിസ്ത്യാനോ. അലോഹലൻ എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം അംബികാസുധൻ മങ്ങാട്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം? ഉത്തരം സാഞ്ചി. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി? ഉത്തരം NPS വാത്സല്യം. 2024 ജൂലൈയിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ഫ്രാൻസ്. 100-ലേറെ വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്ത ഫ്രഞ്ച് നദി? ഉത്തരം സെൻ നദി. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചതാര്? ഉത്തരം PV സിന്ധു, ശരത് കമൽ. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചതാര്? ഉത്തരം മനു ഭാക്കർ, PR ശ്രീജേഷ്. 2024 ഓഗസ്റ്റിൽ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം നേടിയതാര്? ഉത്തരം ദ്രൗപദി മുർമു. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? ഉത്തരം R പ്രജ്ഞാനന്ദ. T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ 200 സിക്സറുകൾ പൂർത്തിയാക്കിയ ആദ്യ താരം? ഉത്തരം രോഹിത് ശർമ്മ. ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമ രുചി പകരാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോയുടെ രാസനാമം എന്താണ്? ഉത്തരം മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. P വത്സല അവസാനമായി എഴുതിയ നോവൽ ഏത്? ഉത്തരം ചിത്രലേഖ. PR ശ്രീജേഷിൻ്റെ ആദരസൂചകമായി വിരമിച്ച ഹോക്കി ജേഴ്സി നമ്പർ? ഉത്തരം 16. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ഉത്തരം മഴക്കാടുകൾ. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം കുടുംബശ്രീ. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഉത്തരം ലോസ് ഏഞ്ചൽസ്. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഉത്തരം ആയുഷ്മാൻ ഭാരത്. കേരളത്തിൽ സൂ കം സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം തളിപ്പറമ്പ്. ബഷീറിൻ്റെ പൂങ്കാവനം എന്ന ബഷീറിൻ്റെ ജീവചരിത്രം എഴുതിയതാര്? ഉത്തരം MN കാരശ്ശേരി. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.